താട കെട്ടുക അല്ലെങ്കിൽ താടി കെട്ടുക എന്നെല്ലാം പറയും. ചിലപ്പോൾ മയ്യത്തിൻ്റെ വായ തുറന്നിരിക്കും, ചിലരുടെ വായ അടഞ്ഞു തന്നെ ഇരിക്കും. അപ്പോൾ ഷാഫി മദ്ഹബിലും ഹനഫി മദ്ഹബിലും ചെയ്യേണ്ടത് ഈ താടി എല്ലുകൾ, ദാടി മുളക്കുന്ന ആ സ്ഥലത്തുള്ള എല്ല്, അതിനെ മൂർദാവിലേക്ക് തലയുടെ മുകൾ ഭാഗത്തേക്ക് കെട്ടുക. ഷാഫി മദ്ഹബിലും അങ്ങനെ ചെയ്യേണ്ടതാണ്, ഹനഫി മദ്ഹബിലും അങ്ങനെ ചെയ്യേണ്ടതാണ്. ഫൈദ മാത്ത ശുദ്ധ ലഹിയാഹു, മരണപ്പെട്ടാൽ ആ മരണപ്പെട്ടയാളുടെ 2 താടിയെല്ലുകൾ കെട്ടണം. ബിഇസാബത്തിൻ അരീലത്തിൻ തഅമ്മുഹുമ, വീതിയുള്ള ഒരു തുണിക്കഷ്ണം കൊണ്ട്, അത് രണ്ടിനെയും വ്യാപകമാക്കുന്ന, ആ താടിയെല്ലിന് 2 എല്ല് ഭാഗത്തെയും പൊതിയുന്ന വീതിയുള്ള നാട കൊണ്ട്, തുണി കൊണ്ട് ആ തലയുടെ മൂർദാവിലേക്കാണ്, തറുബത്തു ഫൗഖ റഅസിഹി, തലയുടെ മുകളിലേക്കാണ് കെട്ടേണ്ടത്. മുകളിൽ നിന്ന് താടിയല്ല, താഴ്ഭാഗത്തല്ല കെട്ടേണ്ടത്. ഈ തുണി മുകളിലേക്ക് കൊണ്ടുപോയി തലയുടെ മുകളിലേക്ക് കെട്ടണം. മറാഖിൽ ഫലാഹി, തഹത്താവി, അതിലൊക്കെ കാണാൻ കഴിയും ഹനഫി മദ്ഹബിൻ്റെ കിതാബുകളിലും. ഷാഫി മദ്ഹബിലും ഇപ്രകാരം ചെയ്യണം. അപ്പോൾ അത് വായ തുറന്നിരിക്കാതിരിക്കാൻ പ്രയോജനപ്പെടും. ഇങ്ങനെ കണ്ണ് തിരുമ്മി അടച്ചു, താട കെട്ടി അഥവാ വായ തുറക്കാതിരിക്കാൻ താടിയെല്ലിൽ നിന്ന് വീതിയുള്ള തുണിക്കഷ്ണം കൊണ്ട് 2 ഭാഗത്തേക്കായിട്ട് കൊണ്ടുപോയി തലയുടെ മൂർദാവിലേക്ക് മുകൾ ഭാഗത്തേക്ക് ബന്ധിപ്പിക്കുക. അപ്രകാരം നമ്മൾ ചെയ്യും. അതിനുശേഷം സന്ധികളെ മയപ്പെടുത്തണം. ജോയിൻറ്റുകളെ, മയ്യത്തിൻ്റെ അവയവങ്ങളുടെ ജോയിൻറ്റുകളെ മയപ്പെടുത്തണം. അതായത് വിരലുകൾ ഓരോന്നായി ഉള്ളം കൈയിലേക്ക് മടക്കുകയും നിവർത്തുകയും ചെയ്യുക. ഓരോ വിരലുകളായിട്ട് ഉള്ളം കൈയിലേക്ക് മടക്കുകയും അത് നിവർത്തുകയും ചെയ്യുക.